നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെ പ്രചോദനാത്മകമായ ഒരു വ്യക്തിത്വത്തിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് തൊഴിലാളികളെ ഉപയോഗിച്ച് 20 വർഷം കൊണ്ട് ഷാജഹാൻ ചക്രവർത്തി തൻ്റെ ഭാര്യ മുംതാസിൻ്റെ സ്മരണയ്ക്ക് മാർബിളിൽ തീർത്ത വിസ്മയമാണ് താജ്മഹൽ. ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി താജ്മഹൽ നിർമ്മിച്ച ഷാജഹാൻ ചക്രവർത്തിയെയും സോലങ്കി രാജവംശ സ്ഥാപകനായ ഭീംദേവ് ഒന്നാമൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉദയമതി റാണി പണികഴിപ്പിച്ച റാണി കി വാവും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ സ്മാരകങ്ങളായി ഇവയൊക്കെ വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദശരഥ് മാഞ്ചി ദാസ് എന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി 22 വർഷമെടുത്ത് ഒരു പർവ്വതത്തെ തന്നെ ഒറ്റയ്ക്ക് തുരന്ന് നാട്ടുകാർക്ക് വേണ്ടി വഴി നിർമ്മിക്കുകയാണ് ചെയ്തത്. അകാലത്തിൽ ഭാര്യ മരിച്ചതിൻ്റെ ദുഃഖം ദരിദ്രനായ ഒരു ദളിതൻ്റെ മനസ്സിനെ ഉലച്ചതിൻ്റെ ഫലമാണ് ഹെഗലോറിലെ ഒരു മലമ്പാത. ഭാര്യ മരിക്കുന്നതിന് കാരണമായ പർവ്വതത്തിൻ്റെ നെഞ്ചു പിളർന്ന് റോഡ് വെട്ടി ദശരഥ് മാഞ്ചി കണക്ക് തീർത്തു. മൗണ്ടൻ മാൻ എന്നറിയപ്പെടുന്ന ദശരഥ് മാഞ്ചിയുടെ ജീവിതകഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ബീഹാറിലെ ഗയയ്ക്ക് സമീപമുള്ള ഗ്രാമമാണ് ഗഹലോർ. മലനിരകളാൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ദളിത് സമൂഹത്തിൽപ്പെട്ട മുസഹറുകളാണ്. കൃഷിപ്പണിയാണ് ഇവരുടെ പ്രധാന തൊഴിൽ. 1960കളിൽ ഇവർക്ക് ജലസൗകര്യമോ വൈദ്യുതിയോ സ്കൂളോ ആശുപത്രിയോ ഒരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. 360 അടി ഉയരമുള്ള ഒരു കൂറ്റൻ മലനിരകൾ ഇവരെ പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിരുന്നു. എല്ലാ ആവശ്യങ്ങൾക്കും മലയുടെ എതിർവശത്തെ ആശ്രയിക്കുക എന്ന ഇവരുടെ അവസ്ഥ വളരെ ദുസ്സഹമായിരുന്നു. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ 1934 ജനുവരി 1-നാണ് ദശരഥ് മാഞ്ചി ജനിച്ചത്. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മൂലം ചെറുപ്പത്തിലെ അദ്ദേഹം നാടുവിട്ടുപോയി. ദശരഥ് ധൻബാദിലെ കൽക്കരിപ്പാടങ്ങളിൽ തൊഴിലാളിയായി. പിന്നീട് യുവത്വത്തിലേക്ക് എത്തിയ ദശരഥ് നാട്ടിൽ മടങ്ങിയെത്തി കൃഷിപ്പണികളിൽ വ്യാപൃതനായി. അങ്ങനെ നാട്ടിൽ കൃഷിപ്പണികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് തൻ്റെ ബാല്യകാല സഖിയായ ഫഗുനി ദേവിയെ വിവാഹം കഴിക്കുന്നത്. ആ ദമ്പതിമാർക്ക് ഭാഗീരഥ് എന്ന അംഗവൈകല്യമുള്ള ഒരു മകനും ലോങ്കി ദേവി എന്ന ഒരു മകളും ജനിച്ചു. കഷ്ടപ്പാടും ദാരിദ്ര്യവും നിറഞ്ഞ ആ കുടുംബത്തെ വല്ലാതെ ക്ലേശപ്പെട്ടിരുന്നു ജീവിക്കാനെങ്കിലും ഊഷ്മളമായ സ്നേഹബന്ധത്താൽ സന്തോഷത്തോടെ സമാധാനത്തോടെ അവർ ജീവിച്ചു പോന്നു. ഫഗുനി ദേവി കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ നോക്കുമ്പോൾ ദശരഥ് കൃഷിപ്പണിക്ക് പോയി സമ്പാദിക്കുന്ന ദൗത്യമായിരുന്നു ഏറ്റെടുത്തിരുന്നത്. വീടിന് സമീപമുള്ള പർവ്വതനിരകൾക്ക് അപ്പുറമുള്ള കൃഷിയിടങ്ങളിലായിരുന്നു ദശരഥ് ജോലിയെടുത്തിരുന്നത്. ജോലിക്ക് പോകണമെങ്കിൽ മല കയറി ഇറങ്ങി വേണം പോകാൻ. മാഞ്ചി അതിരാവിലെ ജോലിക്കായി പുറപ്പെടും. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫഗുനി ഉച്ചനേരത്ത് ഭക്ഷണവുമായി ജോലിസ്ഥലത്ത് എത്തിച്ചേരും. കടുത്ത ജോലിയും വിശ്രമമില്ലായ്മയും ഉച്ചയാകുമ്പോൾ മാഞ്ചിയെ തളർത്തും. പിന്നെ ഭാര്യയുടെ ഭക്ഷണത്തിനായി വിശന്ന് കാത്തിരിക്കും. പാറക്കെട്ടുകളും മരങ്ങളും ഇഴജന്തുക്കളും നിറഞ്ഞ മലമുകളിലൂടെയാണ് ഫഗുനി എന്ന സ്ത്രീ ഉച്ചഭക്ഷണവുമായി തൻ്റെ ഭർത്താവിൻ്റെ അടുത്തെത്തുക. ഒരു ദിവസം പതിവ് സമയം കഴിഞ്ഞിട്ടും ഉച്ചഭക്ഷണം കാണാതായപ്പോൾ തൻ്റെ ഭാര്യയെ അന്വേഷിച്ച് മാഞ്ചി മലയിറങ്ങി. പാതി വഴിയിലെത്തിയപ്പോഴേക്കും മലമുകളിൽ നിന്നും കാൽ വഴുതി വീണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഗർഭിണിയായ തൻ്റെ ഭാര്യയായിരുന്നു മാഞ്ചി കണ്ടത്. 1959 ആ സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ഫഗുനി ദേവിയെ ആശുപത്രിയിലെത്തിക്കാൻ ചെങ്കുത്തായ മല തടസ്സമായി. മറ്റു മാർഗങ്ങളില്ലാതായപ്പോൾ ഗ്രാമത്തിലൊരു വൈദ്യനാണ് ചികിത്സിച്ചത്. പരിക്കുകളിൽ നിന്ന് മോചിതയാകാതെ വിദഗ്ധ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ എത്തിക്കാനാവാതെ
2 വർഷത്തെ ദുരിതപൂർണമായ അവശതകൾ അനുഭവിച്ച് ഭഗിനി ദേവി മരിച്ചു. ആശുപത്രിയിലെത്തിക്കാൻ കഴിയാതെ ഭാര്യയുടെ ദുരിതപൂർണമായ മരണം കണ്ടു നിൽക്കേണ്ടി വന്ന ദശരഥ് 1960 അതായത് ഭാര്യ മരിച്ചപ്പോൾ തന്നെ ഒരു തീരുമാനമെടുത്തു. തൻ്റെ ഭാര്യയുടെ ജീവൻ അപകടത്തിലാക്കുകയും അപകടത്തിലായ ജീവനെ രക്ഷപ്പെടുത്തുന്നതിന് തടസ്സം നിൽക്കുകയും ചെയ്ത ഈ മല ഇനി ആരുടെയും ജീവിതത്തിൻ്റെ വഴിമുടക്കിയാകരുത്. അതിന് മലയിടിച്ച് റോഡ് നിർമ്മിക്കണം. ഇനി ആർക്കും ഇത്തരം ദുരന്തം നേരിടേണ്ടി വരരുത് എന്ന നിശ്ചയദാർഢ്യമായിരുന്നു തീരുമാനത്തിന് പിന്നിൽ. തൻ്റെ ഭാര്യയെ കൊന്ന ആ മലയോട് തീർത്താൽ തീരാത്ത ദേഷ്യവും പകയും ആണ് മാഞ്ചിക്ക് തോന്നിയത്. ഈ മല മാഞ്ചിയുടെ ഗ്രാമത്തിലെ ഒരുപാട് ആളുകളുടെ ജീവനെടുത്തിട്ടുണ്ട്. ആ ദേഷ്യം കാരണം മലമുകളിൽ ചെന്ന് മലയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ആ പ്രതികാരത്തിന് തുടക്കമിട്ടത്. തൻ്റെ പ്രതികാരം നാടിൻ്റെ നന്മയ്ക്കുതകുന്ന തരത്തിലായിരുന്നു അദ്ദേഹം ആവിഷ്കരിച്ചത്. പർവ്വതമുകളിലൂടെ ദശരഥ് മാഞ്ചി റോഡ് വെട്ടിയത് ക്ഷമയുടെയും സമർപ്പണത്തിൻ്റെയും ബലത്തിലാണ്. ഒരു ഉളിയും ചുറ്റികയും എടുത്ത് ഒറ്റയ്ക്ക് മാഞ്ചി ആ പർവ്വതത്തെ നേരിട്ടു. ചുറ്റികയും ഉളിയും പിക്കാസും കയറും മാത്രമായിരുന്നു പണിയായുധങ്ങൾ. കൃഷിപ്പണിയിൽ ഇടവേള കിട്ടുമ്പോഴെല്ലാം ദശരഥ് പാറ പൊട്ടിക്കുന്നതിൽ വ്യാപൃതനായി. വലിയ പാറ കഷ്ണങ്ങൾ കയറിൽ കെട്ടി താഴെ ഇറക്കും. പലപ്പോഴും രാത്രിയിലും ജോലി തുടരുമായിരുന്നു. അദ്ദേഹത്തെ റോഡ് നിർമ്മിക്കുന്ന ജോലിയിൽ ആരും സഹായിച്ചില്ലെന്ന് മാത്രമല്ല, ഭ്രാന്തനാണെന്ന് പറഞ്ഞ് നാട്ടുകാർ കളിയാക്കുക കൂടി ചെയ്തു. ഗ്രാമത്തിലെ ആളുകൾ ഭാര്യയുടെ മരണം കാരണം മാഞ്ചിക്ക് ഭ്രാന്തായതാണ് എന്നാണ് പറഞ്ഞു വരുത്തിയത്. പക്ഷെ ആരോടും ഒന്നും പറയാതെ ദശരഥ് മാഞ്ചി തൻ്റെ ഭ്രാന്ത് ആ മലയോട് കാണിച്ചുകൊണ്ടേയിരുന്നു. വർഷങ്ങളോളം അതേ ജോലി. രാവിലെ എഴുന്നേൽക്കുന്നു, മല കയറുന്നു, പാറ പൊട്ടിക്കുന്നു, തിരിച്ച് വീട്ടിലെത്തുന്നു. ഈ ജോലി അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ പണി തുടരുകയാണെങ്കിൽ ഈ വീട്ടിൽ കയറിപ്പോകരുത് എന്ന മാഞ്ചിയുടെ അച്ഛൻ്റെ വാക്ക് നിറവേറ്റാൻ ആ മലമുകളിൽ തന്നെ മാഞ്ചി ഒരു കുടിൽ കെട്ടി താമസിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ദശരഥന് മാനസാന്തരം ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഒന്നുകൂടി സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ട് ദശരഥൻ്റെ അച്ഛൻ 2 മക്കളെയും തനിക്കിനി നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദശരഥനെ ഏൽപ്പിച്ചു. അങ്ങനെ ദശരഥ് 2 മക്കളെയും മലമുകളിലെ കുടിലയിലേക്ക് കൊണ്ടുവന്നു. അവിടെയും ദശരഥ് തോറ്റില്ല, പിന്മാറിയില്ല. വർഷങ്ങൾ കടന്നുപോയി, മക്കൾ വലുതായി, അവരെ വിവാഹം കഴിപ്പിച്ചു. എന്നിട്ടും മല പിളർന്ന് വഴിയുണ്ടാക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു പ്രതിസന്ധിയിലും അദ്ദേഹം കുലുങ്ങിയില്ല. കാരണം പർവ്വതത്തേക്കാൾ വലിയ നിശ്ചയദാർഢ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. റോഡ് പണി പുരോഗമിക്കുന്നതിനിടയിൽ ഗ്രാമത്തിലെ ജന്മി ഫോറസ്റ്റ് ജീവനക്കാരെയും കൂട്ടി അനുവാദം കൂടാതെ മല പൊളിക്കുന്നത് തടയുകയും മാഞ്ചിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരു പത്രപ്രവർത്തകൻ്റെയും നാട്ടുകാരുടെ ചിലരുടെയും ഇടപെടൽ മൂലമാണ് മാഞ്ചി ജയിൽ മോചിതനായത്. എന്നിട്ടും തോൽക്കാൻ മനസ്സില്ലാതെ വീണ്ടും റോഡ് പണിയുമായി അദ്ദേഹം മുന്നോട്ട് പോയി. വഴിയുണ്ടാക്കാൻ തുടങ്ങി ഏതാണ്ട് 15 വർഷമായപ്പോൾ, അതായത് 1975 ഗയയിൽ നിന്നും വളരെ ദൂരമുണ്ട് ഡൽഹിക്ക്, അത് ചുരുക്കാനാവുമോ എന്ന് പലരും അദ്ദേഹത്തെ കളിയാക്കി ചോദിച്ചു. അതത്ര വലിയ ദൂരമല്ലെന്നായിരുന്നു ദശരഥൻ്റെ പക്ഷം. അത് തെളിയിക്കണം. മാത്രമല്ല, താൻ ആരംഭിച്ച റോഡ് പണിക്ക് സർക്കാരിൻ്റെ പിന്തുണ ലഭിക്കുകയും വേണം. ഈ 2 ലക്ഷ്യങ്ങൾക്കായി അദ്ദേഹം ഗയയിൽ നിന്നും ഡൽഹി വരെ റെയിൽപാളത്തിൻ്റെ അതിൻ്റെ സമീപത്തിലൂടെ നടന്ന് യാത്ര തിരിച്ചു. ഡൽഹിയിലെത്താൻ നടന്നാണ് അദ്ദേഹം പോയത്. നടന്നെത്താനായിട്ട് 1.5 മാസം എടുത്തു. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉൾപ്പെടെയുള്ളവരെ കാണാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. പിന്നീട് അദ്ദേഹം തിരികെ വന്ന് വീണ്ടും പഴയ പണി, അതായത് മലമുറിച്ച് വഴിവെട്ടുന്ന പണിയിലേർപ്പെട്ടു. രാവും പകലും അദ്ദേഹം തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അധ്വാനിച്ചു. ആദ്യമൊക്കെ കളിയാക്കിയിരുന്ന നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വിജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ നിലപാട് മാറ്റി. പിന്നീട് പലരും ഭക്ഷണവും പണിയായുധങ്ങളും ഒക്കെ നൽകി അദ്ദേഹത്തെ സഹായിച്ചു. അവർ അദ്ദേഹത്തെ പർവ്വത മനുഷ്യനെന്നാണ് വിളിച്ചു കൊണ്ടിരുന്നത്.
30 അടി ഉയരത്തിലും 25 അടി വീതിയിലും 360 അടി നീളത്തിലും പാറ പൊളിച്ചാണ് ദശരഥ് മലമുറിച്ച് റോഡ് വെട്ടിയത്. ഗാലൂർഹട്ടി മലനിരകൾ പിളർന്ന് ഗയയിലേക്കുള്ള വഴിവെട്ട് പൂർത്തിയാകാൻ 22 വർഷമെടുത്തു. 1982 റോഡ് പൂർത്തിയായപ്പോൾ ഗ്രാമീണരുടെ പരിഹാസം അത്ഭുതാദരവുകൾക്ക് വഴിമാറി. ദശരഥൻ്റെ വഴിപണി കഴിഞ്ഞപ്പോൾ അവരുടെ ഗ്രാമത്തിൽ നിന്നും ഗയ ടൗണിലെ അത്തറി വസീർഗഞ്ച് പ്രദേശത്തേക്കുള്ള യാത്രാദൂരം 55 കിലോമീറ്ററിൽ നിന്ന് വെറും 15 കിലോമീറ്ററായി കുറഞ്ഞു. ഇന്ന് 30-ലധികം ഗ്രാമങ്ങൾക്കും ആയിരക്കണക്കിന് ജനങ്ങൾക്കും ഈ വഴിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. പ്രാദേശിക ദിനപത്രങ്ങളിലൂടെ പുറത്തു വന്ന വാർത്ത പിന്നീട് ദേശീയ മാധ്യമങ്ങളും ഏറ്റെടുത്തതോടെ ദശരഥ് മാഞ്ചിയുടെ അത്ഭുത നേട്ടം ലോകമറിഞ്ഞു. ദശരഥ് തീർത്ത വഴി കണ്ട് ബീഹാർ സർക്കാർ പോലും അമ്പരന്നുപോയി. ഒരു സർക്കാരിന് പോലും പറ്റാത്ത കാര്യമാണ് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്തത്. ദശരഥ് മാഞ്ചിദാസ് എന്ന മഹാമനുഷ്യനെ ബാബയെന്ന് ആദരപൂർവ്വം ജനങ്ങൾ വിളിക്കാൻ തുടങ്ങി. മലയെ കീഴ്പ്പെടുത്തിയ മഹാമനുഷ്യൻ തൻ്റെ പോരാട്ടങ്ങൾ അവിടെ അവസാനിപ്പിച്ചില്ല. തൻ്റെ ഗ്രാമവാസികൾക്കായി നിർമ്മിച്ച റോഡ് ടാർ ചെയ്യുന്നതിനും പ്രധാന റോഡുമായി ബന്ധിപ്പിക്കുന്നതിനുമൊക്കെ അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല. 2016 ഡിസംബർ 26 ബീഹാറിലെ വ്യക്തിത്വങ്ങൾ എന്ന പരമ്പരയിൽ ദശരഥ് മാഞ്ചിയുടെ ഒരു സ്റ്റാമ്പ് കേന്ദ്ര തപാൽ മന്ത്രാലയം പുറത്തിറക്കി. ജീവിച്ചിരുന്നപ്പോൾ കാര്യമായ അവാർഡുകളോ അല്ലെങ്കിൽ അംഗീകാരങ്ങളോ സാമ്പത്തിക സഹായമോ ഒന്നും തന്നെ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ ഒരു സർക്കാരുകളും നൽകിയില്ല. ബീഹാർ സർക്കാർ അദ്ദേഹത്തിൻ്റെ പേര് 2006 പത്മശ്രീക്ക് ശുപാർശ ചെയ്തെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടില്ല. 22 വർഷം മലമുകളിലെ ഇലകളും മലിനജലവും മാത്രം കഴിച്ച അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി. ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ പിത്തസഞ്ചിക്ക് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരിക്കെ 2007 ഓഗസ്റ്റ് 17 തൻ്റെ 73-ാം വയസ്സിൽ ദശരഥ് മാഞ്ചിദാസ് അന്തരിച്ചു. ചികിത്സാ ചെലവുകളെല്ലാം ബീഹാർ സർക്കാരാണ് വഹിച്ചത്. നാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചത്. ദശരഥ് മാഞ്ചിയുടെ മക്കളായ ഭാഗീരഥ് മാഞ്ചിയും ലോങ്കി ദേവിയും താമസിക്കുന്നത് സമീപത്ത് തന്നെയുള്ള ദശരഥ് നഗറിലാണ്. കോളനിയുടെ മുന്നിൽ തറയോട് പാകിയ മുറ്റത്ത് ദശരഥ് മാഞ്ചിയുടെ ഒരു ചെറിയ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ദളിത് കോളനിയായ ഇവിടുത്തെ പുല്ലുമേഞ്ഞ കുടിലുകളാണ് പൊതുവെ ഉള്ളത്. അതിൻ്റെ അകത്ത് 3 കുടിലുകളിലാണ് വികലാംഗനായ ഭാഗീരഥും ലോങ്കി ദേവിയും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ താമസിക്കുന്നത്. ദശരഥ് മരിച്ചു വർഷങ്ങൾക്ക് ശേഷം കിഴക്കൻ ബീഹാറിലെ മലയോര ഗ്രാമത്തിലെ ദശരഥ് മാഞ്ചിയുടെ അധ്വാനത്തെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. പിന്നീട് സർക്കാർ ആ പാത ഏറ്റെടുത്തു വിപുലീകരിക്കുകയും കോൺക്രീറ്റ് ചെയ്യുകയും സംരക്ഷണ ഭിത്തി കെട്ടുകയും ഒക്കെ ചെയ്തു. ആ വഴിക്ക് സർക്കാർ ദശരഥ് മാഞ്ചി മാർഗ് എന്ന് പേരിട്ടു. റോഡ് തുടങ്ങുന്നിടത്ത് സർക്കാർ ദശരഥ് മാഞ്ചിയുടെ പേരിൽ ഒരു കമാനവും സ്മൃതി മണ്ഡപവും നിർമ്മിച്ചിട്ടുണ്ട്. ദശരഥ് മാഞ്ചിയുടെ പ്രതിമ സ്മൃതി മണ്ഡപത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരാളുടെ കഠിനമായ പ്രയത്നത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഏറ്റവും വലിയ നേർക്കാഴ്ചയായി ഇന്നും ആ വഴിയോരത്ത് ദശരഥ് മാഞ്ചിയുടെ ശില്പം മുഖസാക്ഷിയായി തലയെടുപ്പോടുകൂടി നിൽക്കുകയാണ്. ഗ്രാമത്തിൽ ദശരഥ് മാഞ്ചിയുടെ സ്മരണയ്ക്ക് ഒരാശുപത്രിയും സ്ഥാപിച്ചു. ദശരഥ് മാഞ്ചിയുടെ ജീവിതകഥ സിനിമയ്ക്കും പ്രമേയമായി. ഖേതൻ മേത്ത സംവിധാനം ചെയ്ത മാഞ്ചി ദ മൗണ്ടൻ മാൻ എന്ന സിനിമ 2015 പുറത്തിറങ്ങി. ദശരഥ് മാഞ്ചിയായി നടൻ നവാസുദ്ദീൻ സിദ്ദിഖിയും ഫഗുനി ദേവിയായി നടി രാധിക ആപ്തയുമാണ് അഭിനയിച്ചത്. ചില ഡോക്യുമെൻ്ററികൾക്കും ദശരഥിൻ്റെ കഥ പ്രചോദനമായി. ഹിന്ദി നടൻ അമീർ ഖാൻ തൻ്റെ ഒരു TV ഷോയുടെ ആദ്യ എപ്പിസോഡ് ദശരഥ് മാഞ്ചിക്കാണ് സമർപ്പിച്ചത്. അമീർ ഖാൻ ഗഹ്ലോറിലെത്തി ദശരഥിൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും ചെയ്തു. തന്നെ ജീവനെപ്പോലെ സ്നേഹിച്ച ഭാര്യയുടെ അകാല വിയോഗം മനസ്സ് തളർത്തിയെങ്കിലും അത് മറ്റൊരു നിയോഗത്തിന് നിമിത്തമാക്കിയ ദശരഥ് മാഞ്ചി സമാനതകളില്ലാത്ത പ്രതീക്ഷയുടെയും
കഠിനാധ്വാനത്തിൻ്റെയും പര്യായമാണ്. ഇച്ഛാശക്തിയുണ്ടെങ്കിൽ അസാധ്യമായതൊന്നുമില്ലെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നിരക്ഷരനായ ദളിതനായ ഈ ഗ്രാമീണൻ്റെ ജീവിതം. ഈ ജീവിതം നമുക്ക് ഏവർക്കും പ്രചോദനമാകട്ടെ എന്നാഗ്രഹിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.